ഈ രാജ്യത്തിന്റെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളെയും മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ ഗാന്ധിയെ സംസ്ഥാനങ്ങളിൽ തമ്മിൽ മത്സരിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധിയെ എല്ലാ നേതാക്കന്മാരും പിന്തുണച്ചപ്പോ ഇനി പറ ഞാൻ കേക്കട്ടെ. ഒരേ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അസ്ത്രമെയ്യാൻ തയ്യാറായത്. അത് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു സാർ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇന്നലെ അവസാനത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എന്താണ് സാർ പറഞ്ഞത്? എങ്ങനെയാണ് സംസ്കാര സമ്പന്നായ ഷംസുദ്ദീൻ ഇങ്ങനെ പറയാൻ കഴിയുക? ഒരു കൊരച്ചു എന്നൊരു വാക്ക് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ ചോദിക്കട്ടെ, അതേ പക്ഷത്ത് നിന്നും രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് ഒരാൾ പറഞ്ഞപ്പോ അതിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു ഓർമ്മയില്ലേ? അദ്ദേഹം പറഞ്ഞത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ്. 100% ഞാൻ യോജിക്കുന്നു. ഈ CPM എന്ന പാർട്ടിക്ക് ഈ രാജ്യത്ത് ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എന്താ എന്റെ ഉദ്ദേശം? ഞാൻ ചോദിക്കട്ടെ, സിക്കാറിൽ ജയിപ്പിക്കാൻ അങ്ങൊരു യാത്ര നടത്തിയോ? അങ്ങും കുടുംബസമേതം വിദേശത്ത് നടക്കുമ്പോ രാഹുൽ ഗാന്ധിയും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഈ അരുവാൾ ചിറ്റിക നക്ഷത്രത്തിന് വേണ്ടി രാജസ്ഥാനിൽ വോട്ട് പിടിച്ചുകൊണ്ടാണ് സാർ ഈനാമ്പേച്ചി മരപ്പെട്ടി നിങ്ങളെ തേടി വരാത്തത്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി. സാധാരണ സഖാക്കന്മാർ ഇന്ന് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് രാഹുൽ ഗാന്ധിയോടാണ്. എന്നിട്ടാണ് ഇന്നലെ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വേണ്ടി അങ്ങ് കണക്കുമായി വന്നത്. അങ്ങ് ആരെയാണ് സാർ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. തൃശ്ശൂരിൽ CPM-ന്റെ മേയറാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടില്ലേ സാർ? സുരേഷ് ഗോപിയുടെ ജയത്തെ കുറിച്ച് എത്ര ആവേശത്തോടു കൂടിയാണ് പറഞ്ഞത്? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല. വണ്ടി കിട്ടോ